ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നദിവലം. തലവൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ജിസ് ജോയുടെ സംവിധാനത്തിൽ ബിജു മേനോനും ആസിഫ് അലിയൊക്കെ ഒരുമിക്കുന്ന സിനിമ. ഇതൊരു സാധാരണ ജിസ് ജോയ് നന്മ ഫ്ലേവർ സിനിമയൊന്നുമല്ല. ഇതൊരു പ്രോപ്പർ പോലീസ് പ്രൊസീജിയർ ക്രൈം ഡ്രാമയാണ്, അല്ലെങ്കിൽ ക്രൈം ത്രില്ലറാണ്. ഒരു ക്രൈം ത്രില്ലറിന് വേണ്ട ഒരു പേസ് സിനിമയ്ക്ക് ഉണ്ട്. ആ തുടക്കം തൊട്ട് അവസാനം വരെ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് അല്ല, ഇൻ്റർവൽ പഞ്ചിന് വേണ്ടി ഒരു പഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താണിത് എന്ന് ഗസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എൻഗേജിങ് ആയിട്ട് ഇന്ന് കാണാം. മെയിൻ ലീഡുകളുടെ, അതായത് ആസിഫ് അലിയുടെയും ബിജു മേനോൻ്റെയും പെർഫോമൻസുകളാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. ആ ക്യാരക്ടേഴ്സായിട്ട് അവർ നല്ല രീതിയിൽ, വളരെ കൺവിൻസിങ് ആയ രീതിയിൽ, വളരെ ബിലീവബിൾ ആയിട്ട് രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ നമുക്കറിയാം, ആളൊരു തെസ്പിയനാണ്. നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മാനറിസംസ് പിടിച്ച് ആ ക്യാരക്ടറിനെ നമുക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ബിജു മേനോൻ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ആസിഫ് അലിയുടെ കാലിബറിൽ സംശയം ഉണ്ടായിട്ടല്ല, പക്ഷേ ബിജു മേനോൻ്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് ആ സ്ക്രീനിൽ അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ആസിഫ് അലിക്കും പറ്റിയിട്ടുണ്ട്. നല്ല പെർഫോമൻസുകളായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സപ്പോർട്ടിങ് കാസ്റ്റുകളും നൈസായിരുന്നു. ചില കാസ്റ്റിങ്ങൾ, പിന്നെ ചില ഡബ്ബിംഗ് പോർഷൻസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൂ. അതൊന്നും അത്ര വലിയ ഇഷ്യൂ എന്നല്ല സിനിമയ്ക്ക്. അതുപോലെ തന്നെ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവാണ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ദീപക് ദേവാണ് സംഗീത സംവിധായകൻ. നല്ല വർക്കാണ് ആൾ ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലറാണ് തലവൻ. ഇതിൻ്റെ കുറ്റം ചെയ്യുന്ന രീതിയൊക്കെ നമ്മളിങ്ങനെ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ ഇത്തിരി ഫ്രഷായിട്ട് തോന്നി. പിന്നെ ഈ സ്റ്റോറി, ഇതിൻ്റെ കഥ നമുക്ക് ബിലീവബിളാണ്. അതായത് ഇങ്ങനെ നടന്നേക്കാം, നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്, ഒരു പക്ഷേ ഇത് സംഭവിച്ചേക്കാവുന്നതാണ് എന്നൊരു ഫീലിംഗ് ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വലിയ ഗിമ്മിക്കുകളൊന്നും ഇല്ലാത്ത ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലർ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തലവന് പൊക്കോ. ടർബോയും ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഉണ്ടാവുന്ന ഓളത്തിനിടയ്ക്ക് ഇത് മുങ്ങിപ്പോവാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത പടത്തിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വരാം. കാണാം.